ഡൽഹിയിൽ അനൂപ് ദാസ് ഉണ്ട് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന്. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. അവിടെ ഈ വിഷുക്കണി എത്ര മണിക്കായിരുന്നു? ഇപ്പോഴും വിഷുക്കണി കാണാനുള്ളവരുടെ തിരക്ക് തന്നെയാണോ? അതെ, വലിയ തിരക്കാണ് ഇപ്പോഴും. നമുക്ക് വിഷുക്കണി കാണാം. പുലർച്ചെ മുതൽ തന്നെ 5 മണി കഴിയുന്നതോടുകൂടി തന്നെ ഈ വിഷുക്കണി കാണാൻ വേണ്ടി ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ പോലെ എല്ലാവർക്കും ഇങ്ങനെ വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളൊന്നും സമ്പൂർണ്ണമായി ലഭ്യമാവില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം, പിന്നെ ദിൽഷാദ് ഗാർഡൻ, ഫേസ് 3 തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലും മറ്റുമാണ് വിഷുക്കണി കാണുന്നത്. നിരവധി പേർ, നൂറുകണക്കിന് ആളുകൾ വരി നിൽക്കുന്നു, ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി എത്തുന്നു, കണി കാണാൻ വേണ്ടി എത്തുന്നു. എല്ലാ വിഷുക്കാലത്തും വിഷുദിനത്തിൽ ഇങ്ങനെ ആളുകൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് ഡൽഹിയിൽ കൂടുതലായിട്ട് എത്തുന്നത്. നമസ്കാരം. നമസ്കാരം. എപ്പോഴാണ് കണി തുടങ്ങിയത്? കണി രാവിലെ 4 മണിയായപ്പോൾ തുടങ്ങി. 4 മണിക്കോ? ഒരു 10,000 പേരോളം ദർശനം കഴിഞ്ഞു. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ആഹാരങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ വലിയ തിരക്കുമുണ്ട്. നമുക്കിത് ആ ദൃശ്യങ്ങൾ കാണാം. ഈ കണി കണ്ടതിന് ശേഷം ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി വരി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നാട്ടിലെവിടെയാ? പത്തനംതിട്ട. എങ്ങനെയുണ്ട് ഇവിടെ ഡൽഹിയിലെ വിഷു? ഡൽഹിയിലെ വിഷു അടിപൊളിയാണ്. ചേട്ടാ എവിടെ നാട്ടില്? എന്റെ കൊല്ലം. എല്ലാ വർഷവും ഇങ്ങനെ ക്ഷേത്രത്തിൽ വരും? ആദ്യമായിട്ട് വരും. ആദ്യമായിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് മാറി അടുത്താണ്? 8 മാസം. എങ്ങനെയുണ്ട് നാട്ടിലെയും ഡൽഹിയിലെ വിഷു നമ്മുടെ വ്യത്യാസം? ഇവിടെ നാട്ടിലെ ഓർമ്മകളായിരിക്കും അല്ലേ? അതെ. വേറെന്താ? ആദിഷ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ വിഷു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒപ്പം കണി കാണാനും ക്ഷേത്ര ദർശനത്തിനായിട്ടൊക്കെ ഡൽഹിയിലെ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. മോത്തി. ഏതായാലും ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മലയാളികളുടെ വലിയ തിരക്കാണ്. കണി